നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹിയിൽ ഇന്ന് സവിശേഷമായ ഒരു സമരം നടന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ജനപ്രതിനിധികളും ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളും അടക്കം എംപിമാരും MLA-മാരും അടക്കം സമരത്തിൽ അണിനിരന്നു. വലിയ സമരമായിരുന്നു. ഒരുപക്ഷെ ഡൽഹി കണ്ട കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സമരം അവിടെ സംഭവിച്ചു. പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് ഒഴിച്ചുള്ള, ഒരുപക്ഷെ മമതാ ബാനർജിയുടെ കക്ഷി ഒഴിച്ചുള്ള പ്രധാന ഘടകകക്ഷികളൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി അവിടെ സന്നിഹിതനായിരുന്നു. അതിരൂക്ഷമായ വിമർശനം കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചു. സാമ്പത്തിക വിഷയങ്ങൾ മാത്രമായിരുന്നില്ല, ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. ED റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ പ്രസംഗത്തിൽ വന്നു. അങ്ങനെ കേന്ദ്ര വിരുദ്ധ സമരത്തിൻ്റെ ഒരു പുതിയ മുഖം കേരളം ഡൽഹിയിൽ കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, കർണാടകയും സമരപാതയിലാണ്, അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സമരം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും DMK-യുടെ മുഖ്യമന്ത്രി സ്റ്റാലിനും നടത്തിയ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അങ്ങനെ കേന്ദ്രത്തിനെതിരെ കേന്ദ്രം ഈ BJP ഇതര സംസ്ഥാനങ്ങളെ, NDA ഇതര സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുള്ള തുടർച്ചയായ സമരങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ അജണ്ടയായി ഈ വിഷയത്തെ മാറ്റാനുള്ള ശ്രമം കേരളത്തിൻ്റെയും മറ്റ് BJP NDA ഇതര സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ആ ശ്രമം വിജയിക്കും? ഇതിനെ പ്രതിരോധിക്കാനായി ഇന്ന് നിർമ്മലാ സീതാരാമൻ ചില കണക്കുകൾ, ധവളപത്രവുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പുറത്തുവിട്ടു. അതിൽ UPA സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് നൽകിയ നികുതി വിഹിതം അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടു. അതായത് 226% കൂടുതലാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറഞ്ഞു വെക്കുന്നു. NDA സർക്കാരിൻ്റെ കാലത്ത്, UPA സർക്കാരിൻ്റെ കാലത്ത് അടക്കം നൽകിയ പണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടാണ് കേന്ദ്രം ഇതിനെ പ്രതിരോധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം കിരൺ ബാബു ഉണ്ട്. കിരൺ, സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന, അതായത് NDA ഇതര BJP ഇതര സംസ്ഥാനങ്ങൾ, ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. BJP ഭരിക്കുന്ന 17ഓളം സംസ്ഥാനങ്ങൾക്ക് ഒരു നയം, മറുവശത്ത് മറ്റു സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു, സാമ്പത്തികമായി ഫെഡറലിസം തകർക്കുന്ന കാര്യങ്ങളുണ്ടാകുന്നു. എത്രത്തോളം വസ്തുതാപരമാണ് ഈ ആരോപണം? സാമ്പത്തിക വിദഗ്ധരടക്കം ഇതിന് രണ്ട് വശങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് സമരത്തിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടിയുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതെങ്ങനെ പ്രതിഫലിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ? രഞ്ജിത്ത്, ഇത് ഇന്ന് പൊടുന്നനെ തുടങ്ങിയ ഒരു വിഷയമല്ല. കഴിഞ്ഞ കുറേ കാലമായി തന്നെ NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ വിഷയം ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രധാനമായും ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു പൊതു സമര മുഖത്തേക്ക് ഉയരുന്നത്. അപ്പോഴും ഒരു യോജിച്ച സമരത്തിനൊന്നും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലും DK ശിവകുമാറിന്റെ നേതൃത്വത്തിലും അവിടെ സമരം നടന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. ആ സമരത്തിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിയും കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ഒക്കെ എത്തുന്നു. DMK-യുടെ പ്രതിനിധികളെത്തുന്നു. സമാനമായ രീതിയിൽ 2 മാസം മുമ്പ് മമതാ ബാനർജി കൽക്കത്തയിൽ 48 മണിക്കൂർ ധർണ നടത്തുന്നു. അങ്ങനെ NDA ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം സംസ്ഥാനങ്ങൾക്ക് മേൽ സാമ്പത്തികമായി അവരെ ഞെരുക്കുകയാണ്, അവരെ പീഡിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ NDA ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങൾക്ക് ലാളനം ലഭിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് പീഡനം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന കണക്കുകൾ. അത് കണക്കിൻ്റെ വശത്ത് നോക്കിയാൽ കണക്ക് ചിലർ സംസ്ഥാനങ്ങൾ ശതമാന കണക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു. കേന്ദ്ര സർക്കാർ തുക ഉയർത്തിക്കൊണ്ട് സ്വാഭാവികമായും തുകയിലുണ്ടാകുന്ന വർധനവ് ചൂണ്ടിക്കാണിക്കുന്നു. കണക്കുകൾ വ്യത്യസ്തമായ കണക്കുകളിലൊക്കെ പല പാർട്ടികളുടെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിലും സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകളും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ വിഷയമായത് കേരളത്തിൻ്റെ ഒരു കടം എടുപ്പ് പരിധി എന്ന് നിശ്ചയിക്കുന്നത് 15ാം ധനകാര്യ കമ്മിറ്റിൻ്റെ ശുപാർശ പ്രകാരം കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിബന്ധനകളില്ലാതെ നമുക്ക് കടമെടുക്കാം. അതോടൊപ്പം തന്നെ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന് വേണ്ടി 0.5%, 0.5%, അങ്ങനെ 3.5% കടമെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് ഈ രാജ്യസഭയും ലോക്സഭയും രാഷ്ട്രപതിയും എല്ലാം അംഗീകരിച്ചാണ് എന്നുണ്ട്. പക്ഷേ അവിടേക്ക് പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ വന്നത് കേരളം ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്താതെ മറ്റൊരു വികസന മാതൃകയായി അവതരിപ്പിച്ച കിഫ്ബിയിലൂടെയുള്ളത്. കിഫ്ബിയുടെ വിഷയം വരുമ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ ഹൈവേ വികസനത്തിനടക്കം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള ചെറിയ തുക കൊടുത്ത് കേരളത്തിൽ ഭൂമി കിട്ടില്ല. ഏറ്റവും കൂടുതൽ രാജ്യത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങേണ്ടി വരുന്ന കേരളത്തിലാണ്. അവിടെ ഭൂമി വാങ്ങുന്നതിനടക്കമായാലും അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ നിർമ്മിക്കുന്നതിനും സ്കൂളുകൾ നിർമ്മിക്കുന്നതിനും ആശുപത്രി കെട്ടിടങ്ങളടക്കം നിർമ്മിക്കുന്നതെല്ലാം കിഫ്ബി ഫണ്ട് വരുന്നത്. അതുപോലെ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ച പ്രത്യേക ബോർഡ്. ഇങ്ങനെ ഈ രണ്ട് ബോർഡിലും എടുത്ത കിഫ്ബിയിൽ എടുത്തതായാലും അല്ലെങ്കിൽ പെൻഷൻ ബോർഡിൽ എടുത്തതായാലും ഈ രണ്ട്
ഭാഗത്തിലും എടുത്ത കടത്തെ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അത് മുൻകാല പ്രാബല്യത്തോടു കൂടി കൊണ്ടുവരുന്നു. അതാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വല്ലാത്ത രീതിയിലുള്ള കുറവ് ഉണ്ടാകും. പ്രധാനമായും കേരളം പല കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 6000 കോടി, മുൻ വർഷത്തിലെ 12000 കോടി അടക്കമുള്ള കണക്കുകളും കിട്ടേണ്ട കണക്കുകളൊക്കെ പറയുന്നു. അത് ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ വാദം ഉന്നയിക്കുന്നു. കേന്ദ്രം പറയുന്നത് അങ്ങനെയല്ല, ഇത് ഈ കിഫ്ബിയാലും കേരളം എടുത്ത കടമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ സർക്കാരിൻ്റെ നികുതി വിഹിതം നൽകുന്നതാണ് കിഫ്ബിക്ക്, അതുകൊണ്ട് ആ കടത്തെ കൂടി പരിധിയിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള രാഷ്ട്രീയം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ചില BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണമായി ഉത്തർപ്രദേശിൻ്റെ വിഷയം തന്നെ എടുത്താൽ, ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിന് ലഭിക്കുന്ന ആകെ ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അവിടെ തുക കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് ധനകാര്യ കമ്മീഷന്റെ കണക്കാണ്. ഉത്തർപ്രദേശുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട ലാളനയും പീഡനവും കേന്ദ്രത്തിന് 2 നയമോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ പോപ്പുലേഷൻ അനുസരിച്ചാണ് ഈ പണം അനുവദിക്കുന്നത്, വിഹിതം അനുവദിക്കുന്നത്. ഇവിടെ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ശക്തമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. UP-യിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല. 17% UP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഹിതം കിട്ടുന്ന സാഹചര്യം. ഇത് ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കുന്ന സമ്പ്രദായമാണ്. അതിൽ കേന്ദ്രം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള ചോദ്യമാണ് തുടർച്ചയായി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഒക്കെ പാർലമെന്റിലടക്കം ഉന്നയിക്കുന്നത്. അവിടെയാണ് രഞ്ജിത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൻ്റെ നികുതി വിഹിതം എന്ന് പറഞ്ഞാൽ 17.939% നികുതി വിഹിതം വരുന്നത്. കേരളത്തിനാട്ടെ 1.92%. കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. നേരത്തെ 1971 കണക്കായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ 2011 സെൻസസിൻ്റെ ആണ് എടുക്കുന്നത്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ വിഷയം പ്രധാനമാകുന്നത്. കേരളം അന്നാണ്, അതിനുശേഷമാണ് 71 കണക്കെടുത്തതിന് ശേഷം കണക്ക് മാറ്റാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം, ഇന്ത്യ ജനസംഖ്യയിൽ കുതിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോകും. അതുകൊണ്ട് അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വരുന്നു. കേരളം അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനസംഖ്യ കാര്യമായി ഉയർന്നില്ല. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം, അത് BJP ഇപ്പോൾ ഭരിച്ചപ്പോൾ മാത്രമല്ല, മുമ്പ് SP ഭരിച്ചപ്പോഴും BSP ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒന്നും അവിടെ അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പായിട്ടില്ല. അവിടെ ജനസംഖ്യ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കുതിച്ചാട്ടം ഉണ്ടെങ്കിൽ പോലും അവിടെ അതനുസരിച്ചുള്ള വർധനമല്ല ഈ 2 സംസ്ഥാനങ്ങൾക്ക് വന്നത്. ഇത് 2011 കണക്കെടുത്താൽ തന്നെ UP-യിൽ 19.98 കോടിയാണ് UP-യിലെ ജനസംഖ്യ വരുന്നത്. കേരളത്തിലെ അന്ന് 3.34 കോടിയായിരുന്നു. ആ ഒരു കണക്കെടുത്താൽ കേരളത്തിൻ്റെ ഏകദേശം 6 ഇരട്ടിയാണ് UP-യിലെ ജനസംഖ്യ 2011 കണക്കനുസരിച്ച്. അപ്പോൾ കേരളത്തിന് കിട്ടുന്നതിൻ്റെ, കേരളത്തിന് 1 രൂപ കിട്ടിയാൽ 6 രൂപ കിട്ടാൻ സ്വാഭാവികമായി അവർക്ക് അർഹതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോക്ക സംസ്ഥാനം എന്നതിലേക്ക് അത് കുറച്ചുകൂടി അധികം കൊടുക്കാം. പക്ഷേ 9 ഇരട്ടിയാണ്, ഏകദേശം 1/3 തുക കൂടി അധികമാണ് ഈ സംസ്ഥാനത്തിന് UP-ക്ക് നൽകുന്നത്. UP-യിൽ ഇനി പുതിയ കണക്കൊക്കെ വന്നാൽ, ഏറ്റവും പുതിയ കണക്കൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ UP-യിലെ ജനസംഖ്യ 24.14 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ 3.94 എന്ന് പറയുന്നത് 3.46 കോടിയായിട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അത് ഏകദേശം 7 ലക്ഷം 8 ലക്ഷത്തിനടുത്ത് വർധനമാണ് കേരളത്തിൽ വന്നെങ്കിൽ, കോടികളുടെ വർധനമാണ് UP-യിൽ ഈ ജനസംഖ്യാ നിരക്കിൽ. ഇപ്പോഴും അവിടെ ആ ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. ഈ അസമത്വം കേരളം ഫലപ്രദമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വിഷയം നടപ്പാക്കിയതിൻ്റെ പേരിലുള്ള അസമത്വമാണ്. അത് കേരളത്തിൻ്റെ വിഷയം. ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, സമാനമായ വിഷയം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. തമിഴ്നാടായാലും കർണാടക ആയാലും തെലുങ്കാന ആയാലും എല്ലാം ഈ വിഷയം ഉയർത്തിക്കാണിക്കുന്നു. ഇങ്ങനെ ഉയർത്തിക്കാണിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാന രാഷ്ട്രീയമാണ് നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ടത്. അതായത് നമുക്ക് ഈ കണക്കുകളുടെ ഒരു സാങ്കേതികത്വം അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതിൻ്റെതായ പോളിസികളുണ്ട്. കലാകാലങ്ങളായി തുടർന്ന് വരുന്ന കേന്ദ്ര സർക്കാരുകൾ ധനകാര്യ കമ്മീഷനൊക്കെ കൊണ്ടുവരുന്ന പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഡൽഹി സമരത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. കാരണം അവിടെ കോൺഗ്രസിൻ്റെ കർണാടക മുഖ്യമന്ത്രി അടക്കം നടത്തിയൊരു സമരത്തിൽ പങ്കെടുക്കാതിരുന്ന പലരും ഡൽഹിയിൽ ഈ CPM വിളിച്ച സമരത്തിൽ, CPM മുഖ്യമന്ത്രി പങ്കെടുത്ത, CPM മന്ത്രിമാർ പങ്കെടുത്ത സമരത്തിൽ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനം. അതായത് നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ടു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇതുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ട പശ്ചാത്തലമുണ്ട്. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായി. മന്ത്രി തമിഴ്നാട് IT മന്ത്രി, അവിടുത്തെ DMK-യുടെ പ്രമുഖ നേതാവ് പളനിവേൽ ത്യാഗരാജൻ കറുത്ത വസ്ത്രം ധരിച്ച് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ദില്ലി സമരത്തിനെ മറ്റൊരു മുഖമാക്കാൻ, ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുഖമാക്കാൻ സാധിച്ചു പിണറായി വിജയന് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവിടെ നമുക്കറിയാം ജോൺ ബ്രിട്ടാസാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ
ഹിന്ദിയിലൊക്കെ അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിൽ ആളുകളെ വിളിക്കുന്നതനുസരിച്ച് പ്രസംഗമൊക്കെ അനുസരിച്ചാണ് ആളുകൾ വന്ന് പ്രസംഗിച്ച് മടങ്ങിയത്. അങ്ങനെ ആവേശകരമായി വിജയകരമായ ഒരു സമരമായി ഇത് മാറുകയും രാഷ്ട്രീയ ഭൂമികയിൽ ഡൽഹിയിൽ അതൊരു പുതിയ നയത്തിൻ്റെ ചരിത്രത്തിന് തുടക്കമായി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആത്യന്തിക വിജയം. കിരൺ, അത് തന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം. ഇത് കണക്കുകളുടെ പറഞ്ഞല്ലോ, പലപ്പോഴും കേന്ദ്രത്തിൻ്റെ കണക്കും സംസ്ഥാനങ്ങളുടെ കണക്കും ഒക്കെ വ്യത്യസ്തത പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് വന്നിരിക്കുന്നു. പൊതുവായി ഏതെങ്കിലും കഴിഞ്ഞ ദിവസം കർണാടക സമരം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് അത് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കാൻ, നേരത്തെ കർണാടകയിലെ മന്ത്രിയുടെ പ്രസംഗവും ഒക്കെ ചേർത്താണ് പറഞ്ഞത്, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ വിഭജിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അതിന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ആ സമരത്തിൻ്റെ ആ ഒരു ആരോപണത്തിൻ്റെ മുനകൂടി ഒടിയുകയാണ്. കേരളത്തിൻ്റെ സമരത്തിലേക്ക് വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ സമരത്തിലേക്ക് വരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഈ സമരത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായും പിന്തുണയായി സൗത്ത് ഇന്ത്യയിൽ നിന്ന് DMK വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തു നിന്നും ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തന്നെ ഈ സമരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാരും ഒരു മുൻ മുഖ്യമന്ത്രിയും ഒക്കെ സമരത്തിൻ്റെ ഭാഗമാകുകയും സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വിഭജനമല്ല. ഏതെല്ലാം ഒരു തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ തരത്തിൽ കേന്ദ്രം സാമ്പത്തികമായി അവരെ ഞെരുക്കുന്നു, അല്ലെങ്കിൽ അവരോട് പീഡനം കാണിക്കുന്നു, മറ്റുള്ളവരോട് ലാളന കാണിക്കുന്നു എന്നുള്ള ഒരു പൊതു രാഷ്ട്രീയം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. കാരണം ഈ സംസ്ഥാനങ്ങളെ സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും പ്രവിശ്യകളായി വിഭജിക്കുന്ന കോൺഗ്രസ് ആണെന്നുള്ള ആരോപണമാണ് ഇന്നലെ നരേന്ദ്രമോദി പാർലമെന്റിൽ ഉന്നയിച്ചത്. അതെ, ആ ആരോപണത്തിന് ഇന്നലെ ഉന്നയിച്ചപ്പോൾ കർണാടക അടക്കം ആ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഇന്നത്തെ സമരത്തിലേക്ക് വന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള ജമ്മു കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ളയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് തന്നെ അവിടെ എത്തുകയാണ്. അവിടെ എത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പരസ്യമായി വേദിയിൽ പ്രസംഗിക്കുകയാണ്. അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ അനീതി നടക്കുന്നുണ്ടോ അത്തരം ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, പ്രധാനമന്ത്രിയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെ, അത് രാഷ്ട്രീയമായി രണ്ടുപേർ ഉന്നയിച്ച വിഷയം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സമരം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് ഉള്ള ഒരു വ്യക്തമായ മറുപടി എന്ന് തന്നെ പറയാം. ഇത് സൗത്ത് ഇന്ത്യയുടെ മാത്രം സമരമല്ല, സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ്. സൗത്ത് ഇന്ത്യ സമരത്തിന് പരമാവധി പോയി കഴിഞ്ഞാൽ കെജ്രിവാൾ കൂടി യോജിക്കുമെന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഫറൂഖ് അബ്ദുള്ള കൂടി ആ സമരത്തിലേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു മുഖം കൂടി വരികയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ അത്തരം പ്രതിഷേധിക്കുന്ന ഒരാൾ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഈ സമരത്തിന് പങ്കെടുത്തില്ലെങ്കിലും, അത് CPM നടത്തുന്ന സമരമായതുകൊണ്ട് പങ്കെടുത്തില്ലെങ്കിലും, മമതാ ബാനർജി സമാന വിഷയം ഉയർത്തിക്കൊണ്ട് അത് കിഴക്കേ അറ്റത്ത് നിന്ന് മമതാ ബാനർജി വരുന്നുണ്ട്, വടക്കേ അറ്റത്ത് നിന്ന് ഫറൂഖ് അബ്ദുള്ള വരുന്നുണ്ട്, ഇങ്ങ് തെക്കേ അറ്റത്ത് നിന്ന് സ്റ്റാലിനും പിണറായി വിജയനും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വിഭജനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്ത് മോദി പറഞ്ഞതിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ തവണയടക്കം ഈ സൗത്ത് ഇന്ത്യയിലുണ്ടായ 130 സീറ്റുകൾ, ഈ 130 സീറ്റുകളിൽ 30 സീറ്റുകൾ വാങ്ങാൻ മാത്രമേ കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച പെർഫോമൻസ് നടന്ന ഘട്ടത്തിൽ പോലും, അത് കർണാടകയിൽ ഈ 28ൽ 26 സീറ്റും നേടിയപ്പോഴാണ് ഈ സീറ്റുകൾ നേടാൻ BJP കഴിഞ്ഞത്. BJP ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഭരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു വിഭജനം വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്. അത് ചിലപ്പോൾ സ്റ്റാലിന് നേട്ടമുണ്ടായേക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ CPMനോ ഇടതുമുന്നണിക്കോ നേട്ടമുണ്ടായേക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമായും വോട്ട് വരേണ്ട സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കർണാടകയോ കേരളമോ ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് നോർത്ത് ഇന്ത്യ ഇല്ലാതെ, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി ഇല്ലാതെ കോൺഗ്രസിന് ഒരിക്കലും അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മേലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ആ ആരോപണത്തിന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സമരത്തോടു കൂടി ആ ആരോപണത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയും ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. ഇപ്പോൾ ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് കിരൺ. നമ്മൾ ഈ സാമ്പത്തിക വിഷയങ്ങൾ, സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, കേരളത്തിൽ ഞെരുക്കുന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹിയിൽ സമരം നടന്നത്. എങ്കിലും അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഭഗവത് സിംഗ് മാനും അരവിന്ദ് കെജ്രിവാളും പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് കേരളം ഉന്നയിക്കുന്ന ഒന്നാണ് EDയുടെ റെയ്ഡ്. ഈ വിചാരണ പോലും കൂടാതെ രാഷ്ട്രീയ നേതാക്കളെ ജയിലിലടക്കി. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ EDയുടെ നിഴലിലാണ്, അറസ്റ്റ് നിഴലിലാണ്. ഏത് നിമിഷവും സംഭവിക്കുമെന്ന് ഡൽഹിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ വാർത്തകളുണ്ട്. ഹേമന്ത് സോറൻ ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം. തന്നെയും പിണറായി വിജയനെയും സ്റ്റാലിനെയും ജയിലിടാൻ ശ്രമിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഭഗവത് സിംഗ് മാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷത്തിൽ BJP ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം ഗവർണറാണ് എന്നാണ്. ഇത് രണ്ടും കേരളം ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ EDയോട് ഇവിടെ കേരള സർക്കാർ ഫൈറ്റ് ചെയ്യുന്നു, ഒപ്പം ഗവർണറോട് ഫൈറ്റ് ചെയ്യുന്നു. ഇത് രണ്ട് മുഖ്യമന്ത്രിമാരെ കൊണ്ട് പറയിപ്പിക്കാനും പിണറായിക്ക് സാധിച്ചു എന്നുള്ളതാണ്.
അവിടെയാണ് യഥാർത്ഥത്തിൽ നേട്ടം. എനിക്ക് തോന്നുന്നു അടുത്ത കാർഡ് കൂടി വെച്ചിട്ട് അത് സംസാരിക്കുന്നതാവും കൂടുതൽ നന്നാവുകയെന്ന് തോന്നുന്നു. ഈ പ്രതിപക്ഷത്ത് അങ്ങനെ ഒരു ഐക്യം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ആ തരത്തിലേക്കുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനീതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേന്ദ്രം ED അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെല്ലാം കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ED വിശദമായി തന്നെ എടുത്താണ്. ഈ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആകെ ED കേസെടുത്ത് കഴിഞ്ഞാൽ 100 കേസെടുത്ത് കഴിഞ്ഞാൽ 97 കേസുകളും വരുന്നത് പ്രതിപക്ഷത്തെ നേതാക്കൾക്ക് നേരെയാണ് ഇത്തരം കേസുകളൊക്കെ വരുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം തന്നെ അത് വ്യക്തമാക്കുന്നത് കൂടിയാണ്. ഇങ്ങനെ ഈ ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകേണ്ട പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത്. കോൺഗ്രസ് ഇന്നലെ സമരം നടത്തിയത് ഒറ്റയ്ക്കാണ്. എങ്ങനെയാണോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ച് ചാമ്പ്യന്മാരായി BJP നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു നിന്ന കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭരണം ഉറപ്പിച്ചിരുന്ന ഛത്തീസ്ഗഡിലായാലും രാജസ്ഥാനിലായാലും അല്ലെങ്കിൽ മധ്യപ്രദേശിലായാലും അവർ ഏതെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ ഒരു നാമമാത്രമായിട്ടെങ്കിലും കൂടെ നിർത്താൻ ഇവരാരും തയ്യാറായില്ല. അവിടെയെല്ലാം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുക, ഞങ്ങൾക്ക് ശേഷിയുണ്ട്, ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള നിലപാടാണ് അവരവിടെ സ്വീകരിച്ചത്. അത്തരം നിലപാടുകളോട്, കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തൽ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി നടത്തുന്ന ഒരു സമരത്തിലേക്ക് അവർ ക്ഷണിച്ചില്ല എന്നൊക്കെ പറയാം. പക്ഷേ അത്തരമൊരു നീക്കം കോൺഗ്രസ് ആയിരുന്നു ഇന്നലെ നടത്തിയിരുന്നെങ്കിൽ, ഇന്ന് കേരളം നടത്തിയതുപോലെ കോൺഗ്രസ് ഇന്നലെ കർണാടകയിൽ അത്തരമൊരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ ഐക്യത്തിലേക്കൊക്കെ നയിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് പലപ്പോഴും തന്ത്രപരമായി പരാജയപ്പെട്ടു പോകുന്ന അവിടെയാണ്. ഇന്ന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് CPM എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പറയുന്നതോ താരതമ്യേന കേരളത്തിൽ നിന്നല്ലാതെ ഇപ്പോൾ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ത്രിപുരയിൽ നിന്നോ ഒന്നും കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം എന്തായാലും ഇത്തവണയും മുന്നണിക്ക് ഉണ്ടാവാൻ കാര്യമായ വഴിയില്ല. അപ്പോൾ കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനത്തു നിന്നും, കേരളത്തിൽ തന്നെ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എങ്ങനെയാവുമെന്നത് സ്വാഭാവികമായി അവർക്ക് മുന്നിലും വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി ഒരു ഇടതുമുന്നണി ഭരണത്തിൻ്റെ ഒരു സമരത്തിലേക്ക് വരുമ്പോൾ ആ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഇപ്പോൾ മമത എത്താൻ കഴിഞ്ഞായിരുന്നത് CPM ആയതുകൊണ്ടാണെന്ന് പറയാം. പ്രധാന പാർട്ടികളുടെ നേതാക്കളെയൊക്കെ അവിടെ എത്തിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ക്ഷണിച്ചില്ല, മമതയെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. മമതയെ ക്ഷണിച്ചില്ല. അത് ആ രണ്ട് പാർട്ടികളും പങ്കെടുക്കാത്ത കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ആണ്, അവർക്ക് രണ്ടുപേർക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള സ്വാഭാവികമായ വിഷയമുണ്ട്. പക്ഷേ ഇങ്ങനെ യോജിക്കുമ്പോൾ ഇവർ നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും BJP വിരുദ്ധ നിലപാടുകളിൽ ഞങ്ങൾ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കാൻ തയ്യാറാണെന്ന് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ സന്ദേശം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ഡൽഹിയിൽ നിന്ന് കെജ്രിവാളും പഞ്ചാബിൽ നിന്ന് മാനും സന്ദേശം നൽകുന്നത് ഞങ്ങൾ ഇത്തരത്തിൽ യോജിച്ചു നിൽക്കുക. എന്തിനീ തമിഴ്നാട്ടിൽ നിന്ന് തമ്പിദുരൈ അടക്കം ADMKയുടെ നേതാവായ തമ്പിദുരൈ അടക്കം ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ള ഒരു മാറ്റം കൂടിയുണ്ട്. ADMKയുമായിട്ടൊക്കെ OPS വിഭാഗവുമായിട്ടൊക്കെ യോജിച്ച് നിൽക്കാനുള്ള പല ശ്രമങ്ങളും ADMK ഇന്നലെ പ്രധാനപ്പെട്ട ഒരു 10-17 മുൻ MLA-മാരെയും ഒരു മുൻ MPയെയും ഒക്കെ BJPയിലേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ ADMKയുടെ ഔദ്യോഗികമായ ഒരു സ്വഭാവത്തിലേക്ക് അവർ ഈ സമരത്തിൽ പങ്കാളികളായി നേരിട്ട് വന്ന് പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത. അത്തരത്തിലേക്ക് ഒരു ഐക്യത്തിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ അതാണ് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിൽ അത് ഈ പറഞ്ഞ കിരണി, കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ സഖ്യം എങ്ങനെ പൂർണ്ണമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഈ പറഞ്ഞ ആളുകളെല്ലാം പ്രാദേശികമായ BJP എതിർക്കുന്ന കക്ഷികളാണ്. പ്രാദേശികമായി BJPക്കെതിരെ അധികാരത്തിലിരിക്കുന്ന CPM ആയാലും DMK ആയാലും മമതയാണെങ്കിലും ഫറൂഖ് അബ്ദുള്ള, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരായാലും ഒക്കെ ഉണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ഇങ്ങനെ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ഇന്ത്യ സഖ്യം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസ് ഇല്ലാതെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും വേറുള്ള പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. പ്രാദേശികമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. ഇവിടെ സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായത് കർണാടക സർക്കാർ കോൺഗ്രസിലെ സർക്കാർ സമരം നടത്തുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നു, കേരളത്തിൽ മറ്റൊരു നിലപാടാണ്. അതിന് കൃത്യമായ മറുപടി പറയുന്നു സതീശൻ. അതായത് ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു കേന്ദ്രത്തിനെതിരെ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണോ ഈ സമരം? ഒപ്പം ഈ സർക്കാരിൻ്റെ ധൂർത്തു മറയ്ക്കാണ് ഡൽഹിയിലെ സമരം. അത് BJP പറയുന്ന ഭാഗത്തിനൊപ്പമാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വികസനം കൊണ്ടുവരിക, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്ന കാര്യത്തിലൊക്കെ അവിടെയൊക്കെ പരാജയപ്പെട്ട് കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്താവുന്ന ഒന്നല്ല ഈ സാമ്പത്തിക പ്രശ്നമെന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതിനകത്ത് സംസ്ഥാനങ്ങളുടെ വിഷയം എടുക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളെ എപ്പോഴും ദേശീയ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെ വിഷയങ്ങൾ എടുക്കാനുള്ളൂ. ഇപ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയൊക്കെ സാധ്യമായാലും അല്ലെങ്കിൽ എത്രയെല്ലാം യോജിച്ചു കഴിഞ്ഞാലും കേരളത്തിൽ മത്സരിക്കേണ്ടത് LDFും UDFും തമ്മിലാണ്, കോൺഗ്രസും CPMും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇവിടെ അവർ യോജിക്കേണ്ട ഏതെങ്കിലും BJP മുഖ്യ എതിരാളിയായി കേരളത്തിൽ വരുന്നില്ല. സ്വാഭാവികമായും ഇവിടെ മത്സരിക്കേണ്ട 2 മുന്നണികൾ തമ്മിൽ യോജിക്കുന്നതിന് 2 മുന്നണിക്കും അത് CPMനായാലും കോൺഗ്രസിനായാലും സ്വാഭാവികമായ പ്രായോഗിക തടസ്സങ്ങളുണ്ട്. സമാനമായി തന്നെയാണ് പഞ്ചാബിൽ. ഈ ഡൽഹിയിൽ ചിലപ്പോൾ ആം ആദ്മി
ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ യോജിച്ചേക്കാം. പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിക്കില്ല. കാരണം അവിടെ പ്രധാന എതിരാളികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, ഭരണ പാർട്ടിയായി നിൽക്കുന്നത്, പ്രതിപക്ഷത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുത്തത്. അവിടെ BJP മുഖ്യ എതിരാളിയാവുന്നില്ല. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ചു കഴിഞ്ഞാൽ അതിന് നേട്ടമുണ്ടാകുന്നത് BJPക്ക് ആയിരിക്കും. കേരളത്തിലായാലും അത്തരം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. അവരുടെ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞതുപോലെ BJP മുഖ്യ എതിരാളിയായി വരുന്ന സ്ഥലത്ത് യോജിച്ചു മത്സരിക്കുക. എനിക്ക് തോന്നുന്നു മമത അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. BJPയെ മുഖ്യ എതിരാളിയായി എവിടെയൊക്കെ വരുന്നു ആ സ്ഥലങ്ങളിലാണ് നമുക്ക് യോജിച്ചു മത്സരിക്കേണ്ടത്. അവിടെ യോജിച്ചു മത്സരിച്ച് കഴിഞ്ഞാൽ BJPയെ പരാജയപ്പെടുത്തി BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുക എന്നുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന്. അതിനെ രണ്ട് തരത്തിലാണ് നമുക്ക് എടുക്കാവുന്നത്. ഒന്ന്, നെഗറ്റീവായി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണ്. കോൺഗ്രസിന് തിരിച്ചടിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് കൂടിയാണ്. കോൺഗ്രസ് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമരമാർഗം കേരളത്തിൽ നിന്ന് ഇടതുമുന്നണിയോ അല്ലെങ്കിൽ CPMO കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്. വലിപ്പമല്ല, പാർട്ടിയുടെ വലിപ്പമല്ല, എത്ര ദുർബലമായ പാർട്ടിയാണെങ്കിൽ പോലും, എത്ര ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഒരു സമരത്തിനും ഒരു ദേശീയ അജണ്ട നിശ്ചയിക്കുമ്പോൾ ആ അജണ്ടയുടെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പോസിറ്റീവായി കോൺഗ്രസിന് ഉള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പോൾ പല ഘട്ടത്തിലായി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന നിതീഷ് കുമാർ തന്നെ ഒരു ഘട്ടത്തിൽ NDAയുടെ ഒപ്പം ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ പലതവണത്തിൽ ആലോചിച്ചായിരുന്നു. ഇതിൻ്റെ പേര് ഉയർത്തി കാട്ടണം, കൺവീനർ ആക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ NDAയുടെ ഭാഗമായി നിന്ന് അവിടെ വീണ്ടും BJP സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയാവുന്നു, BJPയുമായി ചേർന്ന് ഭരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ തരത്തിലേക്കുള്ള ഇന്ത്യ മുന്നണിക്കകത്ത് ഭിന്നതകൾ ഒക്കെ നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ഈ പാർട്ടികളൊക്കെയും BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നിന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറാൻ തയ്യാറാവുന്നില്ല. കോൺഗ്രസ് ഇല്ല എങ്കിൽ പോലും മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിരുദ്ധ നിലപാടിന് തയ്യാറാണ്. പക്ഷേ കോൺഗ്രസ് കൂടി ചേരാതെ ഈ പാർട്ടികൾക്കൊന്നും തന്നെ BJPയെ നേരിടാൻ കഴിയില്ല എന്നുള്ള പാർട്ടികളും തിരിച്ചറിയണം, കോൺഗ്രസും തിരിച്ചറിയണം. അതെ, അതാണ് കിരണം. അതായത് മറ്റൊരു കാര്യം, ഈ കേരള സർക്കാർ ഈ സമരം നടത്തുമ്പോൾ എന്താകും അതിൻ്റെ രൂപം അഭാവം എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ. പക്ഷേ അവർക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത്രയധികം രണ്ട് മുഖ്യമന്ത്രിമാരെ പിണറായി വിജയനൊപ്പം അണിനിരത്താൻ കഴിഞ്ഞു. ഫറൂഖ് അബ്ദുള്ളയെ പോലെ ഒരു കാലത്ത് രാജ്യം ശ്രദ്ധിച്ചിരുന്ന നേതാവിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് വേദിയാക്കാൻ കഴിഞ്ഞു. അതൊരു വിജയമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമായി മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ്. ഇത് അത് തന്നെയാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് ആ വിജയത്തെയും കാണാം. ഒന്ന്, ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ പോലെ വലിയ പാർട്ടി നിൽക്കുമ്പോൾ അവർക്ക് അസാധ്യമായ ഒരു കാര്യം, ഞങ്ങളൊരു ചെറിയ പാർട്ടി വന്നിട്ട് ഞങ്ങളത് ദേശീയ തലത്തിൽ കാണിച്ചു തരുന്നു, ഈ ഒരു ഐക്യത്തിലേക്ക് വരുന്നു. അപ്പോൾ എണ്ണത്തേക്കാൾ വലിയൊരു സ്വാധീനം അത് പലപ്പോഴും പണ്ട് കാലത്തൊക്കെ CPMന് പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒന്നാം UPA സർക്കാർ തന്നെ സാധ്യമായത് അർക്കഷൻ സിംഗ് സുർജിത്ത് എന്ന് പറയുന്ന CPMന്റെ ജനറൽ സെക്രട്ടറി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയാണ് നേരിട്ട് ഈ പറയുന്ന മറ്റ് നേതാക്കളെ ഓരോരുത്തരെയായിട്ട് ഫോൺ വിളിച്ച് സോണിയാഗാന്ധിയോട് പിന്തുണ കൊടുക്കുക. സോണിയാഗാന്ധി അങ്ങനെ ഒരു സർക്കാർ ഉദ്ദേശിക്കാനോ കോൺഗ്രസ് ഉദ്ദേശിച്ചാൽ അവിടെയാണ് അദ്ദേഹം ഇടപെട്ട് ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാട് ഇത്രയും പേരുണ്ട്, ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് പിന്തുണ തരും, ഇവരെല്ലാം നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു, BJP വിരുദ്ധ ഏതൊരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യമാക്കുമെന്നോ കാണിച്ച് ആ തരത്തിലേക്കുള്ള ഒരു ബന്ധം ദേശീയ തലത്തിൽ പലപ്പോഴും ശക്തി ചോർന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ പാർട്ടി ആയിരിക്കുമ്പോഴും ഒക്കെ CPM ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശക്തി ഏറെ ചോർന്നു. അന്ന് 60 പേരുണ്ടായിരുന്നു ഇടത് സഖ്യത്തിൽ എന്ന് ആലോചിക്കണം. അവിടെയൊക്കെ നിന്ന് 42 MPമാർ CPM ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 3 MPമാരായി നിൽക്കുന്നത്. പക്ഷേ അവിടെ അത്ര ചെറിയ ശക്തിയായി നിൽക്കുമ്പോൾ പോലും അവർ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ആ ദേശീയ തലത്തിലേക്ക് ഞങ്ങൾക്കിപ്പോഴും പ്രസക്തിയുണ്ട് എന്നുള്ള മാതൃക ദേശീയ തലത്തിൽ വരുന്നു. സംസ്ഥാന തലത്തിലും CPM അങ്ങനെ നേട്ടമുണ്ട്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ധൂർത്തടക്കമുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. സാമ്പത്തികമായി സംസ്ഥാന സർക്കാർ ഞെരുങ്ങി നിൽക്കുന്നതിനടക്കം ആരോപണങ്ങളുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉള്ളപ്പോഴും സംസ്ഥാനം പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് പ്രതിപക്ഷം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും സംസ്ഥാനം കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും സമാന പ്രശ്നമുണ്ട്, DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലും സമാനമായ പ്രശ്നമുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ഇതേ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ മറുചേരിയിൽ നിൽക്കുന്ന മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിലും ഇതേ പ്രശ്നമുണ്ട്. അത്തരം സംസ്ഥാനത്തിൻ്റെ ഇടതുമുന്നണി ഉന്നയിക്കുന്ന വിഷയത്തിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കാൻ കേരള സർക്കാരിന് സംസ്ഥാനത്ത് കഴിയുന്നുണ്ട്. ഇത്തരം ഒരു മാതൃക കൂടി കാണിക്കാനും കഴിയും. വിജയമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ സമരത്തിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. അതിനെ ചുക്കാൻ പിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ദേശീയ തലത്തിൽ CPM അപ്രസക്തമാണ് എന്ന തോന്നൽ വരുമ്പോഴാണ് കേരളത്തിലെ ഘടകം ഇത്തരം വലിയൊരു സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളമാണ് അവരുടെ പച്ചത്തൂരത്ത്. ഇവിടുത്തെ ശക്തി തെളിയിക്കേണ്ടതുണ്ട്, അധികാരത്തിൽ തുടരേണ്ടതുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടേണ്ടതുണ്ട്. അതൊക്കെയാണ് അടുത്ത കടമ്പകൾ. അപ്പോഴും NDA BJP തങ്ങളുടെ
തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കിരൺ. അതായത് RLD പോലെ രാഷ്ട്രീയ ലോക്ദൾ പോലെയുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ, നമുക്കറിയാം യു പിയിൽ സ്വാധീനമുള്ള കക്ഷിയാണ്, ഹരിയാനയിൽ അവർക്ക് സ്വാധീനമുണ്ട്, അവർ കൂടി ഈ മുന്നണിയിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ചില പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും സഖ്യങ്ങളുടെ സാധ്യതകൾ തേടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പമാണ് ഈ ഏത് തരത്തിൽ സഖ്യ സാധ്യതകൾ ആരോടൊക്കെ ഉണ്ടോ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. RLD ഇപ്പോൾ ഏറ്റവും പുതിയ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനം. വളരെ കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ നിന്ന് നിതീഷ് കുമാർ പോയതോടുകൂടി ഉണ്ടായ ഒരു വീഴ്ച, അതിനുശേഷം UP എന്ന് പറയുന്ന UPയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇപ്പോൾ അയോധ്യയിലൊക്കെ പോയിട്ട് വന്നത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രഞ്ജിത്തിന് കൂടുതൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. UPയെ സംബന്ധിച്ച് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തോടുകൂടി UP മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റ അജണ്ടയിലേക്ക് UPയെ ഏകദേശം രാഷ്ട്രീയമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ശേഷം കണ്ടറിയേണ്ട കാര്യമായിരിക്കും. പക്ഷേ എന്തായാലും പുറമേക്ക് അത്തരം ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്യാനും ആ അജണ്ടയിൽ മാത്രമായി നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് UP. കഴിഞ്ഞ തവണ ഇത്രയും വലിയ വിജയമൊക്കെ ഉണ്ടാകുമ്പോഴും UPയിലെ 80 സീറ്റുകളിൽ 62 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊന്ന് അപ്പനാദളിൻ്റെ സീറ്റാണ്, 2 സീറ്റ് അവർക്ക് ലഭിച്ചത്. അവിടെ SP-ക്കും BSPയും അന്ന് സഖ്യമായിട്ടാണ്, SP BSPയും രാഷ്ട്രീയ ലോക്ദളും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് മറ്റേ ഈ സഖ്യത്തിലൊന്നും പെടാതെ മറ്റൊരു ഗ്രൂപ്പായി എല്ലായിടത്തും മത്സരിച്ച് ആകപ്പാട് ഒരു സീറ്റിൽ മാത്രമാണ്, സോണിയാഗാന്ധിക്ക് മാത്രമാണ് റായ്ബറേലിയിൽ ജയിക്കാൻ കഴിഞ്ഞത്. ഈ UPയിലെ 62 എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അത് പരമാവധി 70 75 ഒക്കെ എത്തിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിക്ക് സഹായകരമായ രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ വിചാരിക്കും BJPയെ രാഷ്ട്രീയ ലോക്ദൾ BJP രാഷ്ട്രീയ ലോക്ദളിനെ വലയിട്ട് പിടിച്ചതാണ് എന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷേ അതിന് മറിച്ച് ഒരു വശം കൂടിയുണ്ട്. രാഷ്ട്രീയ ലോക്ദളിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ലോക്ദൾ ചിലപ്പോൾ BJP പിടിക്കുന്നതിനേക്കാളപ്പുറത്തേക്ക് BJPയിലേക്ക് ചേരാൻ അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് ചേരാൻ അവർ സ്വയം തയ്യാറായി എത്താൻ ഉള്ള ഒരു സാധ്യത കൂടി, അതിനാണ് ഒന്നാമത്തെ സാധ്യതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറയുന്നത് ചരൺ സിംഗിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ പാർട്ടി, അജിത് സിംഗ് രൂപീകരിച്ച പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത് ചൗധരിയാണ് ഇപ്പോൾ നയിക്കുന്നത്. ഈ അജിത് സിംഗ് തന്നെ അദ്ദേഹം VP സിംഗ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അതിനുശേഷം വന്ന കോൺഗ്രസ് മന്ത്രിസഭയിൽ നരസിംഹറാവിൻ്റെ കൂടെയും അദ്ദേഹം മന്ത്രിയായിരുന്നു. അതിനുശേഷം വന്ന BJP മന്ത്രിസഭയിൽ വാജ്പേയിയുടെ കൂടെയും അദ്ദേഹം മന്ത്രിയായിരുന്നു. വാജ്പേയിക്ക് ശേഷം വന്ന മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ 2011 മുതൽ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇല്ലായിരുന്നു, രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തും അവിടെയും മന്ത്രിയായിരുന്ന ആളാണ്. അതിനിടയിൽ നിന്നാണ് രാഷ്ട്രീയ ലോക്ദൾ ഈ മറുചേരിയിലേക്കൊക്കെ വന്നത്. അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാറുന്നതിന് വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല. പക്ഷേ രാഷ്ട്രീയ ലോക്ദളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ജാട്ട് പാർട്ടിയാണ്, പ്രത്യേകിച്ച് പശ്ചിമ UP കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ്. ഒരു കാലത്ത് ചരൺ സിംഗ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാട്ടുകളുടെ നേതാവും കർഷകരുടെ നേതാവും ഒക്കെ ആയിരുന്ന ആളാണ് ചരൺ സിംഗ്. UP മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ്. അത്രത്തോളം വലിയ സ്റ്റേച്ചറൊക്കെ ഉള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമകനാണ് ഇപ്പോൾ നയിക്കുന്നത്. അജിത് സിംഗിൻ്റെ മരണശേഷം ജയന്ത് ചൗധരിയാണ് നയിക്കുന്നത്. കഴിഞ്ഞ കർഷക സമരത്തിന് ശേഷമാണ് UPയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ഈ ടിക്കായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ കർഷക സമരങ്ങൾ നടത്തി. കർഷക സമരത്തിന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അതിന് ഏറ്റവും കൂടുതൽ കർഷക സമരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നത് പടിഞ്ഞാറൻ UPയിലാണ്. പടിഞ്ഞാറൻ UPയാണ് ഈ ജാട്ടുകൾ, കർഷകരായിട്ടുള്ള കർഷകർ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന സ്ഥലം. ജാട്ടുകളുടെ ഒരു പ്രത്യേകത കൂടി, അവർ ആ തരത്തിലൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യർ കൂടിയാണ്. അവിടെ മുസ്ലിം വോട്ട് ബാങ്കുകൾ നിർണായകമായ സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സമരത്തിന് ശേഷം അവർ ഇലക്ഷനിലേക്ക് പോയെങ്കിലും കാര്യമായ ഒരു വിജയമുണ്ടാക്കാൻ 9 സീറ്റുകൾ മാത്രമാണ് RLDക്ക് ലഭിച്ചത്. സ്വാഭാവികമായും NDA മുന്നണിയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച ജയന്ത് ചൗധരിയും പരാജയപ്പെട്ടു, അജിത് സിംഗ് ചെറിയ വോട്ടിലാണ് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹവും പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മൂന്നാമത്തെ സീറ്റിലേക്ക് വലിയ മാർജിനിലാണ് ഹേമമാലിനിയോട് പരാജയപ്പെട്ടത്. അപ്പോൾ ആ 3 സീറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. NDA പോയാൽ സ്വാഭാവികമായും NDA ആ 3 സീറ്റ് കൊടുക്കാനും ആ 3 സീറ്റ് ജയിക്കാനുമുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അങ്ങനെയാണ് ഈ BJPയുടെ NDAയുടെ രാഷ്ട്രീയ നീക്കം. അങ്ങനെയാണ് ഒരു ഭാഗത്ത് സമരങ്ങൾ, ഇപ്പോൾ കർഷക സമരത്തിന്റെ ഒരു കാഹളം കൂടി രാജ്യത്ത് മുഴങ്ങുന്നുണ്ട്, പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോഴും തങ്ങളുടെ സഖ്യസാധ്യതകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പരമാവധി സീറ്റുകൾ നേടുക 400+ എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. മറുവശത്ത് ഇന്ന് ഡൽഹിയിൽ നടന്ന ഒരു സമരം, അതൊരു വ്യത്യസ്തമായ സമരത്തിൽ കേരള സർക്കാരും സ്കോർ ചെയ്തു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ മാനങ്ങൾ, ഈ സമരങ്ങൾക്ക്, ഈ സഖ്യങ്ങൾക്ക്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണണം. ഇലക്ഷൻ ചാനലിൽ ചേർന്നത് ഞാനും കിരൺ ബാബുവുമാണ്. ഇലക്ഷൻ ചാനൽ നാളെ മറ്റൊരു വിഷയമായി നിങ്ങൾക്ക് മുന്നിലെത്താം. നമസ്കാരം. ഈ പരിപാടി യൂണിയൻ സർക്കാർ പിന്തുടരുന്ന